മാർക്കറ്റിൽ പോയപ്പോൾ നല്ല ഫ്രഷ് മീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ദൊറദെ റോയൽ എന്നാണ് ഇവിടെ ഫ്രഞ്ചിൽ പറയുന്നത്. എനിക്കിത് നാട്ടിൽ ഞാനിത് കണ്ടിട്ടില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ നാട്ടിൽ കരിമീനൊക്കെ കഴിക്കുന്ന ഒരു ടേസ്റ്റിലാണ് ഞാനിത് ഇവിടെ കഴിക്കുന്നത്. ഇതിപ്പോൾ 1 കിലോ ഉണ്ട്. 2 മീനുണ്ടായിരുന്നു. ഏകദേശം ഒരു 13 യൂറോ അടുത്തായി കേട്ടോ ഇതിന്. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഒരു 1200 1200 രൂപേൻ്റെ അടുത്തായി. അപ്പം ഞാനത് ഇവരിങ്ങനെ അകത്ത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ അത് അഴുക്കൊക്കെ കളഞ്ഞ് മാത്രമേ തരത്തുള്ളൂ. അതിൽ നല്ലാതെ വൃത്തിയിലൊന്നും അവർ ക്ലീൻ ചെയ്യില്ല. അപ്പം ഞാൻ കൊണ്ടുവന്ന് എൻ്റെ സൈഡിലെല്ലാം ക്ലീൻ ചെയ്തു. പിന്നെ ഇതിൻ്റെ അകത്താണെങ്കിലും അത്യാവശ്യം നല്ല അഴുക്കൊക്കെ ഉണ്ട്. അതെല്ലാം ഒന്നുകൂടെ ഒന്ന് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് എടുക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ച് വയ്ക്കാം എന്ന് വിചാരിച്ചു. ഞാൻ സാധാരണ അങ്ങനെ മീൻ ക്ലീൻ ചെയ്യാറില്ല. ഞാൻ ക്ലീൻ ചെയ്ത് വരുമ്പോഴത്തേക്കും ഇപ്പോൾ 1 കിലോ ഉള്ള മീനാണെങ്കിൽ ഒത്തിരി അങ്ങ് പോവും, ഒത്തിരി അങ്ങ് ഓവറായിട്ട് ക്ലീൻ ചെയ്ത് കളയും. ഇതിൻ്റെ ഉള്ളിൽ ഇതിപ്പോൾ കണ്ട ക്ലീനാന്ന് തോന്നും, പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ പിന്നെയും കുറച്ച് അഴുക്കുണ്ടാവും കേട്ടോ. അത് നമ്മൾ നല്ല രീതിക്ക് ക്ലീൻ ചെയ്യണം. എനിക്ക് തലയൊന്നും എനിക്കിഷ്ടമല്ല, ഞാനത് മുറിച്ച് കളയും ചിലപ്പം. ഓൾമോസ്റ്റ് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു. ഞാൻ ക്ലീൻ ചെയ്ത് വന്നപ്പോഴത്തേക്കും കുറേ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് പോയിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല, നമുക്ക് കഴിക്കാനുള്ള പീസ് ഉണ്ട്. ഒത്തിരി ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഇത് തികയത്തില്ല ഞാൻ ക്ലീൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും. മീൻകറി എനിക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് വെക്കുന്നതാണ് ടേസ്റ്റ്. ആ ടേസ്റ്റാണ് എനിക്കിഷ്ടം. അതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് മീൻ ആദ്യം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കും. അതിനകത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ടുണ്ട്, മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇത്ര ഇട്ടിട്ടുള്ളൂ. അത് ഫ്രൈ ചെയ്തെടുക്കണം. പിന്നെ എനിക്ക് വേറെ പാത്രം യൂസ് ചെയ്യാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ അത് കഴുകണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ആ സെയിം പാത്രത്തിൽ തന്നെ മീൻ ഞാൻ സൈഡിലോട്ട് വെച്ചിട്ട് ഉള്ളി വഴറ്റിയെടുക്കുകയാണ്. അതിനുള്ള സ്പേസും ഉണ്ട്, അതുകൊണ്ടാട്ടോ അങ്ങനെ ചെയ്യുന്നത്. നല്ല രീതിയിൽ വഴറ്റി കഴിയുമ്പോൾ കുറച്ച് മുളക് പൊടിയും പിന്നെ തേങ്ങാപ്പാലും ഒഴിച്ചെടുക്കുക. പിന്നെ ഞാനൊരു പേരിന് ചെറിയൊരു പുളി ഇട്ടിട്ടുണ്ട്. പുളി ഇട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഞാൻ പിന്നെ നമ്മുടെ നാട്ടിലെ ശീലത്തിന് ഞാനൊരു പുളി ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നല്ല രീതിക്ക് തിളപ്പിച്ചെടുക്കുക. നല്ല ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിക്കുക. അതിന് ശേഷം തേങ്ങാപ്പാൽ ഒഴിച്ചെടുത്താൽ മതി.